ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു സ്മോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടുക, കുറേ ആയി തുടങ്ങിയിട്ട് ഇതുവരെ ഓർഡേഴ്സൊന്നും അധികം കിട്ടുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഓർഡേഴ്സ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അതുതന്നെ, ഹൗ ടു ഗെറ്റ് മോർ ഓർഡേഴ്സ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇതിലിപ്പോൾ ഞാൻ പറയണത് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ ആയിട്ടും തീരെ ഓർഡേഴ്സൊന്നും കിട്ടുന്നില്ല, കുറച്ച് ബൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളിനിപ്പോൾ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്സിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് നിങ്ങളുടെ തന്നെ റിസ്കിൽ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് ആദ്യം കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടുന്നതുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തുടങ്ങുക. ആ ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു ബിഗിനിങ് സ്റ്റേജ്. ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സിലോട്ടൊക്കെ നിങ്ങൾ കിടക്കുക. ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഈ കണ്ടൻറ്റിൻ്റെ തന്നെ ഒരു എപ്പിസോഡ് 1 ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങി കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ ബൾക്കായിട്ട് ഓർഡേഴ്സ് കിട്ടണം എന്നുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. നമുക്ക് ഓർഡേഴ്സ് കിട്ടാൻ കുറേ വഴികളുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാക്സിമം ആക്റ്റീവായിട്ട് വെക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഓർഡേഴ്സ് കിട്ടും. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാനിപ്പം ഈ 3 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തൊരു ഐറ്റം നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഫ്രെയിം ആയിരിക്കും. അത് ഈ 2024 മാർക്ക് ലിസ്റ്റ് ഫ്രെയിം. ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് എക്സാമിൻ്റെ SSLC എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേന്നാണോ എന്ന് ഓർമ്മയില്ല, ഒരു റീൽ പോസ്റ്റ് ചെയ്തു. എൻ്റെ SSLC മാർക്ക് ലിസ്റ്റും എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് ഫ്രെയിം ചെയ്തിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് ഒരു സോങ് ഒക്കെ ഇട്ട് മാർക്ക് ലിസ്റ്റ് ഫ്രെയിം എന്നൊക്കെ കൊടുത്ത് ഒരു റീൽ പോസ്റ്റ് ചെയ്തു. ആ റീല് പിറ്റേന്ന്, അതായത് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും 3 മില്യൻ്റെ അടുത്ത് വ്യൂസ് വന്നു. ആ ഒരു റീലിൽ നിന്നാണ് എനിക്ക് ഫുൾ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ ഓർഡർ വന്നത്. ആ ഒരു 1 വീക്ക് 2 വീക്ക് കൊണ്ട് ഞാനൊരു 250-ലധികം മാർക്ക് ലിസ്റ്റ് ഫ്രെയിംസ് ചെയ്തു. ആ 250 മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ ഓർഡറും ആ ഒരു റീലിനാണ് വന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ആവണമെങ്കിൽ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക. ഒരു 2 ആഴ്ച, ഒരു 14 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഡെയിലി ഒരു ടൈം വെച്ച് ആ ടൈമിന് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഓർഡേഴ്സ് കിട്ടും. ഇപ്പോഴും ഞാൻ ആ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ എടുത്തു നോക്കാത്ത മെസ്സേജുകൾ എൻ്റെ അക്കൗണ്ടിലുണ്ട്. അത് കാരണം അത്രയും എൻക്വയറീസ് വന്നപ്പോൾ നമുക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതിലും അപ്പുറം എൻക്വയറീസ് വന്നു, നമ്മൾ വിചാരിക്കാത്തതിലപ്പുറം. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് റീച്ചായി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിക്കായി കിട്ടിയാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങളിനി എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്നും റീൽസ് എടുക്കുക, പോസ്റ്റ് ചെയ്യുക, എന്നും റീലിടുക, സ്റ്റോറി ഇടുക, മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക. അതും തന്നെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം. ഇപ്പോൾ ആ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ മാർക്ക് ലിസ്റ്റ് ഫ്രെയിം ഓക്കെ, നാളെ റിസൾട്ട് വരും. അപ്പോൾ ഇന്ന് ആ റീൽ കാണുമ്പോൾ ഈ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ബ്രദേഴ്സ്, എക്സാം എഴുതിയ കുട്ടികളുടെ ബ്രദേഴ്സ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഫ്രെയിം കാണുമ്പോൾ അത് റിലേറ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. അങ്ങനെ നമുക്ക് എന്തൊക്കെ ആലോചിക്കുക. അപ്പം നമ്മൾ റീൽ കാണുമ്പോൾ നമുക്കത് കാണാൻ എന്തുകൊണ്ട് നമ്മളത് കാണുന്നു എന്ന് നമുക്ക് ആലോചിച്ചാൽ പോരെ. ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു റീൽ കാണുമ്പോൾ ആ റീൽ എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ അതേപോലെ നമ്മുടെ റീല് കാണുന്ന ആൾക്കാർക്കും ഇത് കാണാൻ തോന്നണം. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ SSLC എഴുതിയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അല്ലെ അന്ന് രാവിലെ ആ വീഡിയോ കാണുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ റിലേറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ SSLC എക്സാം എഴുതിയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ തോന്നും, അല്ലെങ്കിൽ അവരൊക്കെ കളിയാക്കി ഒന്ന് കമൻറ്റ് ഇടാനൊക്കെ തോന്നും. അതേപോലെ കാണുന്നവർക്ക് റിലേറ്റ് ആവുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിക്കാവും. ഇപ്പം ആ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യം ക്യാപ്ഷനൊന്നും കൊടുക്കാതെ ജസ്റ്റ് മാർക്ക് ലിസ്റ്റ് ഫ്രെയിം മാത്രം കൊടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് തലേന്നിട്ടു, അതൊന്ന് ഏകദേശം റീച്ചായി വന്നു. എനിക്ക് അത്യാവശ്യം അക്കൗണ്ടിൽ റീച്ച് കിട്ടലുണ്ട്. അപ്പം 10K ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ലായിരുന്നു, അതെനിക്ക് അത്യാവശ്യം കിട്ടലുണ്ട്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ ഈ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെൻഷൻ ചെയ്യാൻ തുടങ്ങി. എടാ നീ വാങ്ങിച്ചോ, അത് നിനക്ക് ആവശ്യം വരും, നാളെ റിസൾട്ട് വരുമ്പോൾ നീ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെൻഷൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർ കമൻറ്റ് ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഒരു ആദരാഞ്ജലികളൂടെ വെച്ചുവിടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി അങ്ങ് കാണാൻ പറ്റും. ഫുൾ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കമൻറ്റ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ആ വീഡിയോ റീച്ച് ആവാൻ തുടങ്ങിയത്.
അപ്പം ഈ കമൻറ്റ്സ് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ക്യാപ്ഷൻ മാറ്റിയിട്ട് മെൻഷൻ യുവർ SSLC ഫ്രണ്ട് എന്ന് കൊടുത്തു. അപ്പോൾ ആ ക്യാപ്ഷനും കൂടെ കാണുമ്പോൾ മെൻഷൻ ചെയ്യാൻ വിചാരിച്ചിട്ടില്ലാത്ത ആൾ വരെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ മെൻഷൻ ചെയ്യുമ്പം ഈ മെൻഷൻ പോകുന്ന ആളും ഈ വീഡിയോ കാണും. അങ്ങനെ ആ വീഡിയോ റീച്ച് ആവും. അപ്പോൾ ഇതേപോലെ കാണുന്നവർക്ക് മാക്സിമം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ റീൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഓരോ സീസൺസ് ഉണ്ടല്ലോ. ഓണത്തിൻ്റെ സീസണിൽ ഓണം ഹാമ്പേഴ്സ്, ഓണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്ട്സ് അത് കാണുമ്പോൾ ഈ ഓണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാനും അങ്ങനെ നമുക്ക് ഓണമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈദ് വരുമ്പോൾ ഈദിൻ്റെ കാർഡ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഈദിന് ഗിഫ്റ്റ് ചെയ്യാൻ അങ്ങനെ റിലേറ്റ് ചെയ്യും. അങ്ങനെ കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ റീൽസ് പോസ്റ്റ് ചെയ്ത് അതൊന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് വഴി. നമ്മൾ വേറെ എന്ത് ചെയ്താലും കിട്ടുന്നതിലും അപ്പുറത്തേക്ക് ഓർഡേഴ്സ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഒരു റീച്ച് കിട്ടുന്ന മ്യൂസിക്കും ഹാഷ്ടാഗും വേർഡ്സും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കാം. അക്കൗണ്ട് എന്തായാലും റീച്ച് ആവും. ഇതേപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ട് ഓർഡേഴ്സ് കിട്ടാനുള്ള അടുത്ത വഴിയാണ് ഇതേപോലെയുള്ള ഓഫേഴ്സ് ഇടുന്നത്. ഓഫേഴ്സ് ഇടുക എന്ന് പറയുമ്പോൾ ചിലവർ പറയും ഞാൻ ഓഫർ ഇട്ടിട്ട് പട്ടിക്കുഞ്ഞൂരെ തിരിഞ്ഞു നോക്കിയില്ല, പൂച്ചക്കുഞ്ഞൂരെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വഴിയുള്ള ഓഫേഴ്സ് ഇട്ടാൽ എല്ലാവരും തിരിഞ്ഞു നോക്കും. ആദ്യം നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് ഇതേപോലെയുള്ള പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യണം. ഈ പോസ്റ്റേഴ്സ് നമുക്ക് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ പോയിട്ട് ഇതേപോലെ ഓഫർ പോസ്റ്റേഴ്സ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കുറേ ടെംപ്ലേറ്റ്സ് കിട്ടും. അതിൽ നമുക്ക് ഇങ്ങനെ പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഈ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യേണ്ടത് വാട്സപ്പിലാണ്. നമ്മളെ കയ്യിലുള്ള കോൺടാക്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓരോരുത്തർക്ക് ഷെയർ ചെയ്യൽ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് വാട്സപ്പിൽ തന്നെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാവർക്കും അറിയായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതേപോലെ നമുക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളെ കോൺടാക്റ്റിലുള്ള എല്ലാവരെയും ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരെ സെലക്ട് ചെയ്തിട്ട് ആ ഒരൊറ്റ മെസ്സേജ് ഇട്ടാൽ ഈ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാവർക്കും ഈ പോസ്റ്റർ പോകും. അതേപോലെ നമ്മുടെ കോൺടാക്റ്റിൽ വരുന്ന എല്ലാവർക്കും, ഇതിനു മുമ്പ് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഈ ഓഫർ പോസ്റ്റർ സെൻഡ് ചെയ്യാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഓർഡറൊക്കെ കിട്ടും. ഈ കിട്ടിയ ഓർഡറിൻ്റെ റീൽ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഓഫറിൻ്റെ ഇടേണ്ടത്. അപ്പോൾ ഒന്നിച്ചൊരു 4-5 പേർക്ക് അല്ലെങ്കിൽ ഒരു 10 പേർക്ക് ഒന്നിച്ചൊരു റീൽ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്കും ഇവർക്ക് കുറേ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, അപ്പം നല്ല ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറേ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്നാൽ ഞാനും ഒന്ന് വാങ്ങിയേക്കാം എന്നുള്ളൊരു ടെൻഡൻസി വരും. ഇനി നമ്മൾ ഓഫേഴ്സ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ എല്ലാ പ്രൊഡക്റ്റിനും കൂടെ ഓഫേഴ്സ് ഇടാതിരിക്കുക. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഓഫർ ഇടുക. അതാകുമ്പോൾ കസ്റ്റമേഴ്സിന് വാങ്ങിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലാതെ എല്ലാ പ്രൊഡക്റ്റിനും കൂടെ ഓഫേഴ്സ് ഇടുമ്പം ഒന്നിനും ആരും വാങ്ങിക്കാതെ ആവും. അപ്പോൾ നമ്മൾ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സിന് കണ്ടാൽ പെട്ടെന്ന് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഓഫർ ഇടാം. പിന്നെ ഓഫർ പ്രൈസ് ഇപ്പം 100 റുപ്പീസ് ആണെങ്കിൽ 999 എന്ന് കൊടുക്കുക. ഇനിയിപ്പം 200 ആണെങ്കിൽ 199 എന്ന് കൊടുക്കുക. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. 200 എന്നുള്ളതിന് പകരം 199 എന്ന് കാണുമ്പോൾ അത് ഈ 200ഉം 199 തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ള പോലെ നമുക്ക് തോന്നും. അത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പോസ്റ്റേഴ്സിൽ യൂസ് ചെയ്യാം. ഏറ്റവും അട്രാക്റ്റീവായിട്ട് പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ബ്രോഡ്കാസ്റ്റ് വഴി നമ്മളെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക. അത് റീൽസായിട്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടും. ഇനി കിട്ടുന്ന വർക്കെല്ലാം മാക്സിമം ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യുക. അപ്പം അതുവഴി ആ കസ്റ്റമേഴ്സിൽ നിന്നും അവരുടെ കോൺടാക്റ്റിൽ നമുക്ക് അടുത്ത ഓർഡേഴ്സ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഓർഡേഴ്സ് ഏറ്റവും നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കസ്റ്റമേഴ്സിൽ നിന്നും പുതിയ ഓർഡേഴ്സ് കിട്ടും. ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഹാമ്പർ ഓർഡർ ചെയ്ത ആൾ അടുത്ത വർഷം അതേ ബർത്ത്ഡേക്ക് അടുത്ത ഹാമ്പർ ഓർഡർ ചെയ്യണം. ആ രീതിയിൽ ഓർഡർ ചെയ്യും. പിന്നെ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഫീൽഡിൽ ഓർഡേഴ്സ് കിട്ടുക. ഇതിനായിട്ട് വലിയ ടിപ്സും ട്രിക്സും ഒന്നും ഇല്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടും എന്നല്ലാതെ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഒരു 2 വീക്സ് നല്ലപോലെ ആക്റ്റീവായിട്ട് ഓഫേഴ്സൊക്കെ ഇട്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കും കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടും. അങ്ങനെ ഓർഡേഴ്സ് കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയ ഓർഡേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള ടിപ്സും നിങ്ങൾക്ക് തന്നെ സ്വയം കിട്ടി തുടങ്ങും. അങ്ങനെ ആ ടിപ്സൊക്കെ വെച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്മാർട്ട് വർക്കും ചെയ്താൽ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക.
കിട്ടുന്ന ഓർഡേഴ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ കുറേ ഓർഡേഴ്സ് കിട്ടും, നല്ല പ്രോഫിറ്റൊക്കെ കിട്ടും. ഇനി ഓഫറായിട്ട് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ അല്ലാതെ തന്നെ ഓരോ പ്രൊഡക്റ്റും സെയിൽ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ, ഇപ്പം ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ റിംഗ് ആൽബം, അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ സെയിൽ ചെയ്യാം, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഓഫറിലിട്ടാൽ എത്ര പ്രോഫിറ്റ് കിട്ടും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് കമൻറ്റ് ചെയ്താൽ മതി. ഏതൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.